ഓണമടുത്തതോടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പഴവും ഉപ്പേരിയും. ജില്ലയിൽ നേന്ത്രക്ക ഉൽപാദനം കുറഞ്ഞതോടെ ഓണ സീസണിൽ വിലയിൽ കാര്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കിലോഗ്രാമിന് 70 മുതൽ 75 രൂപ വരെയാണ് കൃഷിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. ഒരു മാസം മുമ്പ് വരെ 45 രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത്. ഇതോടെ പൊതുവിപണിയിൽ പഴത്തിന്റെ വില 80-ന് മുകളിലാണ്. കഴിഞ്ഞ വർഷത്തെ ഓണത്തെ അപേക്ഷിച്ച് നേന്ത്രക്കായ്ക്കും ഞാലിപ്പൂവനും വലിയ രീതിയിലുള്ള വിലമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു. ഞാലിപ്പൂവൻ പഴത്തിനും ഏത്തക്കായ്ക്കും കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെ അപേക്ഷിച്ച് വില നന്നായിട്ട് കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഇതിന് വില ഇങ്ങനെ കൂടി വന്നേക്കുന്നതുകൊണ്ട് 12 വർഷത്തിന് ശേഷം ആദ്യമായാണ് സീസണിൽ നേന്ത്രക്കായ വില കിലോഗ്രാമിന് 70 രൂപ കടന്നതെന്ന് കർഷകർ പറയുന്നു. ജില്ലയിലെ ഹൈറേഞ്ചിലാണ് നേന്ത്രവാഴ കൃഷി കൂടുതൽ ഉണ്ടായിരുന്നത്. സീസണിൽ കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വന്നതോടെ വലിയൊരു ഭാഗം കർഷകർ നേന്ത്രവാഴ കൃഷി ഉപേക്ഷിച്ചു. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമായി പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വയനാട്ടിൽ നിന്നും വേണ്ടത്ര നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നേന്ത്രക്കായയുടെ വരവ് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നേന്ത്രക്കായ എന്നതുപോലെ തന്നെ ഓണത്തിന് വിശേഷപ്പെട്ടതാണ് ഞാലിപ്പൂവൻ. ഇതിനും കിലോഗ്രാമിന് 65 രൂപ മുകളിലാണ് വില. എന്നാൽ ഇവയുടെ ഉൽപാദനത്തിനും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 44% ഉൽപാദനത്തിന് കുറവ് വന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് എക്സ്പ്രസ്.